ഞാനല്ലേ ചേച്ചിയുടെ ദേഹത്താ ചെടിച്ചട്ടി എടുത്തിടാൻ നോക്കിയത്. അത് തലയിലെങ്ങാനും വീണിരുന്നെങ്കിൽ എന്താവുന്ന അവസ്ഥ? വേണ്ടാത്ത കാര്യമൊന്നും പറയരുത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ ചെയ്തതെല്ലാം എനിക്കറിയാം. നീ ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. നീ ചെയ്യുന്നതിന്റെയൊക്കെ ശിക്ഷ ഒരു ദിവസം നിന്നെ തേടി വരും. അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് എന്തിനാ പൂർണിമേച്ചോട് ഇത്ര ദേഷ്യം? ചേച്ചി എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? മതിയടി, നിർത്ത്. നീ ചേച്ചി ചേച്ചി ഇത്ര കാര്യമായിട്ട് വിളിക്കാൻ. അവർ നിന്റെ കൂടെ പിറന്ന ചേച്ചിയൊന്നും അല്ലല്ലോ. ഞാനാ ഈ വീട്ടിലെ മരുമകള്. അത് നീ മറക്കണ്ട. ഒരാളെ സ്നേഹിക്കാൻ അവര് രക്തബന്ധം ആവേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലെ നന്മയുണ്ടായാ മതി. ഓ ആണോ? എങ്കിൽ നീ നന്മയും കൊണ്ടേ പൂർണിമേച്ചിയുടെ പുറകെ നടക്കും. അല്ലാതെ എന്നെ ഉപദേശിക്കാൻ നീ വരണ്ട. പിന്നെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അശി, എന്താ ഇവിടെ? എന്താ ബഹളം? കാര്യം പറയാശി, എന്തായിരുന്നു? അത് ഞാൻ പറയാം. ആന്റിക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ മരുമോളെ ഒന്ന് ഉപദേശിക്കും. പൂർണിമ ചേച്ചി സ്വന്തം മോളെ പോലെയാണെന്ന് പറഞ്ഞല്ലോ. അതിന് കുറച്ചെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അവർക്ക് ആപത്ത് വരുന്നത് സഹിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു സംശയം? പൂർണ്ണിമ എനിക്ക് സ്വന്തം മോളെ പോലെ തന്നെയാ. അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്താ കാര്യം എന്നറിയണമെങ്കിൽ മരുമോളോട് ചോദിച്ചു നോക്ക്. എന്താ ശി, ദുർഗ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതമ്മേ, നീ കാര്യം പറയാശി. ഞാൻ അത് പൂർണിമ ആ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കിട്ടണം. അത് താരയാ പൂർണിമ ഓഫീസിൽ വിടാതെ തടയണോന്ന് പറഞ്ഞേ. അതാ ഞാൻ അങ്ങനെ ചെയ്തേ. നിനക്കെന്താ ബോധമില്ലേ? പൂർണിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? ഭാഗ്യം കൊണ്ടാ ആ ദുർഗ കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചത്. അല്ലായിരുന്നെങ്കിലോ? അതമ്മേ, ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ താര ചെയ്തില്ലെങ്കിൽ എന്താ? അശി, ഒരു കാര്യം ശരിയാ. ഇന്ദ്രപ്രസ്ഥത്തിലെ സകല സ്വത്തും നമുക്ക് മാത്രമായി കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്ന് കരുതി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പൂർണിമ ഒതുക്കണമെന്നുണ്ടെന്ന് കരുതി അവളെ കൊല്ലുക എന്നല്ല അതിനർത്ഥം. നീയൊക്കെ ഇനി മുറിയിൽ എന്ത് സംസാരിച്ചാലും ഞാനതറിയും. ആരോ വന്നല്ലോ. ഹലോ. അഖിലേ, എന്തായി? ഓ, ദുർഗയായിരുന്നു. നീ പറയടി, നീ ആരാ എന്താന്നൊക്കെ ഇപ്പൊ അറിയാലോ. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് കിട്ടിയോ? ഓക്കെ, എന്നാ ഞാൻ മെയിൽ ചെക്ക് ചെയ്യാം. എന്തായി? അവിടെ ഒന്നുമില്ല. ഞാൻ ഇതിനകത്ത് നോക്കാം. അവിടെ ഒന്നുമില്ല.
ഇവിടെ കാണുന്നില്ലല്ലോ. താൻ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? ദേ എന്റെ ഹെയർ ക്ലിപ്പ് കണ്ടുപിടിച്ച് തന്നില്ലെങ്കിലേ എനിക്ക് ദേഷ്യം വരും കേട്ടോ. അയ്യോ, ഞാൻ നോക്കാവേ പൊന്നെ, ദേഷ്യപ്പെടല്ലേ. നോക്ക്